ഹായ് എവ്രി വൺ. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് മെത്തേഡ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ. നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ. ഒന്നാമത്തെ 6 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഫ്ലോട്ടിങ്ങിൻ്റെ മെത്തേഡ്. ഒന്നാമത്തത് പബ്ലിക് ഇഷ്യൂ, 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, 3 ബോട്ട് ഔട്ട് ഡീൽസ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർസ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇങ്ങനെയാണ് നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ ഫ്ലോട്ടിംഗ് മെത്തേഡ്സ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് പബ്ലിക് ഇഷ്യൂ നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ എന്താണ്? പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ പബ്ലിക് ഇഷ്യൂ ഇസ് ആൻ ഇഷ്യൂ വെർ എനിബഡി ആൻഡ് എവ്രിബഡി ക്യാൻ സബ്സ്ക്രൈബ് ഫോർ ദ സെക്യൂരിറ്റീസ്. നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കിന്, ഏത് പബ്ലിക്കിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. എനിബഡി ആൻഡ് എവ്രിബഡി, പബ്ലിക്കിലുള്ള ആർക്ക് വേണമെങ്കിലും അയാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. When an issue or offer of security is made to new investors for becoming part of the shareholders family of the issuer, it's called പബ്ലിക് ഇഷ്യൂ. ഇങ്ങനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് വഴി പബ്ലിക് ആ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? ആ കമ്പനിയുമായിട്ട്, കമ്പനിയിലെ ആളായിട്ട് മാറും. കമ്പനി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് മാറും. പബ്ലിക് ഇഷ്യൂ. ഇതിനെയാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ഇഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പബ്ലിക് ഇഷ്യൂ നമുക്ക് നടത്തണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്താം. IPOയും FPOയും. IPO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, FPO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ പബ്ലിക് ഓഫറിങ്. അപ്പോൾ എന്താണ് IPO എന്ന് നോക്കാം. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, is the first time a company issues shares to the public. This is when a private company decide to go public. IPO എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിലെ ഷെയർസ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, IPO. നമ്മളിപ്പോൾ ഒരു കമ്പനി, പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്, ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതിലായിരിക്കും ഇഷ്യൂ ചെയ്യുക? IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലായിരിക്കും ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് കമ്പനി ഷെയർസ് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. IPO provides companies with an opportunity to obtain capital by offering shares through the primary market. പബ്ലിക്കിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. എന്ത്? പ്രൈമറി മാർക്കറ്റിൽ നിന്നും അവർ ഓഫർ ചെയ്തിട്ടുള്ള ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനീസിന് ഈ ഒരു പ്രൈമറി മാർക്കറ്റ് ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്തുകൊണ്ട് പ്രൈമറി മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി IPO പ്രൊവൈഡ് ചെയ്യുന്നു. ബിഫോർ ദ IPO, എ കമ്പനി ഹാസ് വെരി ഫ്യൂ ഷെയർ ഹോൾഡേഴ്സ്. ദിസ് ഇൻക്ലൂഡ്സ് ദ ഫൗണ്ടേഴ്സ്, ഏഞ്ചൽ investors and venture capitalists. But during an IPO, the company opened its shares for sale to the public. നമ്മൾ IPO നടത്തുന്നതിന് മുമ്പാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ഫൗണ്ടേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇവർ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? നമ്മുടെ കമ്പനീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുള്ളൂ. ആഫ്റ്റർ ദ IPO, നമ്മൾ IPO നടത്തിയതിന് ശേഷമാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും, പബ്ലിക്കിലെ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക? കമ്പനിയിലെ ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും.
അപ്പോൾ ഇതാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. കമ്പനി ഫസ്റ്റ് ടൈമാണ് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇനി നെക്സ്റ്റ് FPO, ഫർദർ പബ്ലിക് ഓഫർ, അതർവൈസ് കോൾഡ് ആസ് ഫോളോ ഓൺ ഓഫർ ഓർ FPO. ഫർദർ പബ്ലിക് ഓഫറിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫോളോ ഓൺ ഓഫർ. It refers to the fresh issue of securities to the general public made by a company already listed on the stock exchange so as to raise additional funds. നമ്മൾ IPO പറഞ്ഞപ്പോൾ പറഞ്ഞു കമ്പനി ഫ്രഷ് ആയിട്ട് സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ഫർദർ പബ്ലിക് ഓഫറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് വീണ്ടും നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫർദർ പബ്ലിക് ഓഫർ ഫോർ റേസ് അഡീഷണൽ ഫണ്ട്സ്. നമ്മുടെ കമ്പനി ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു കമ്പനി നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനി ഷെയർസ് IPO വഴി ഇഷ്യൂ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്തില്ല, ഫണ്ട് തികഞ്ഞില്ല, വീണ്ടും ഫണ്ട് അഡീഷണൽ ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അതിനുവേണ്ടി എന്ത് ചെയ്തു, വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഈ ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഷെയർസ് എവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് വീണ്ടും നമ്മൾ എന്ത് എടുക്കുന്നത്, പബ്ലിക്കിന് കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. സോ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് വീണ്ടും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ രണ്ട് തരത്തിലാണ്, IPO ഉണ്ട്, FPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഉണ്ട്, ഫർദർ പബ്ലിക് ഓഫറിംഗ്. ഇനി മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? രണ്ട് മെത്തേഡ്സ് ആണ് മെയിനായിട്ടുള്ളത്, ഓഫർ ഫോർ സെയിലും ദെൻ ഓഫർ ത്രൂ പ്രോസ്പെക്ടസും. എന്താണ് ഓഫർ ഫോർ സെയിൽ എന്ന് നോക്കാം. ഓഫർ ഫോർ സെയിൽ, this is outright sale of shares through intermediaries like issue houses, brokers, etc. നമ്മൾ ഈ ഓഫർ ഫോർ സെയിലിൽ നമ്മൾ ഷെയർസ് സെയിൽ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും ആര് വഴിയാണ്? ഇൻ്റർമീഡിയറീസ് വഴിയാണ്. ഇഷ്യൂ ഹൗസസോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സോ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും. അല്ലാതെ നമ്മൾ കമ്പനിയിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഷെയർസ് പർച്ചേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സെയിൽ നടത്തുന്നില്ല. നമ്മൾ ആര് വഴിയാണ് നടത്തുന്നത്? ഇഷ്യൂ ഹൗസസോ ബ്രോക്കേഴ്സോ പോലുള്ള ഇൻ്റർമീഡിയറീസ് വഴിയാണ് നമ്മൾ നടത്തുന്നത്. ഷെയർസ് ആർ നോട്ട് ഓഫേർഡ് ടു ദ പബ്ലിക് ഡയറക്ട്ലി. ഈ ഒരു ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ നമ്മൾ പബ്ലിക്കിന് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഷെയർസ് ഓഫർ ചെയ്യുന്നില്ല. ദ ഇൻ്റർമീഡിയറീസ് ആഫ്റ്റർ ബൈയിങ് ദ എൻ്റയർ ഷെയർസ് റീസെൽ ദം ടു ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക്. ഫസ്റ്റ് എന്ത് ചെയ്യും, കമ്പനി ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ഇഷ്യൂ ഹൗസസ് ബ്രോക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഷെയർസ് എൻ്റയർ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ള എത്ര ഷെയർ ആണോ കമ്പനി, ആ ഫുൾ ഷെയർസ് ആര് പർച്ചേസ് ചെയ്യും? ഈ ഒരു ഇഷ്യൂ ഹൗസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് പർച്ചേസ് ചെയ്യും. അതിനുശേഷം അത് ആർക്ക് വിൽക്കും? പബ്ലിക്കിനത് റീസെല്ല് ചെയ്യും. ഇതാണ് ഈ ഓഫർ ഫോർ സെയിൽ നടക്കുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആൻ ഓഫർ ഫോർ സെയിൽ. ഈ ഒരു കേസിൽ ദ ഇഷ്യൂ ഹൗസസ് ആക്ട് ആസ് ഏജൻറ്റ് ഓഫ് ദ കമ്പനി. ഈ ഒരു ഇഷ്യൂ ഹൗസസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പനിയിലെ ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ല. ആര് വഴിയാണ്? ഇൻ്റർമീഡിയറീസ് വഴിയാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ഇഷ്യൂ ഹൗസസ് ബ്രോക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, കമ്പനി എത്ര ഷെയർ ആണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ ഫുൾ ഷെയർ അവർ പർച്ചേസ് ചെയ്യും. അതിനുശേഷം അത് ആർക്ക് കൊടുക്കും? ഇൻവെസ്റ്റേഴ്സിന് അത് ഷെയർസ് റീസെല് ചെയ്യും. ഇതാണ് ഓഫർ ഫോർ സെയിൽ. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂവിൻ്റെ നെക്സ്റ്റ് മെത്തേഡാണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്. ഷെയർസ് ഓഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രോസ്പെക്ടസ് വഴിയായിരിക്കും ഷെയർസ് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് റേസിംഗ് ഫണ്ട് ബൈ പബ്ലിക് കമ്പനീസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്.
പ്രൈമറി മാർക്കറ്റിൽ നിന്നും പബ്ലിക് കമ്പനീസ് മോസ്റ്റായിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആഫ്റ്റർ എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ദ പബ്ലിക് സബ്സ്ക്രൈബ് ടു ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. കമ്പനിയുടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ഓഫ് ദ കമ്പനിയിലെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഏതെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? പബ്ലിക്കിനെ ആ കമ്പനിയിലെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ബോൺസോ എന്താണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. ദിസ് ഇൻവോൾവ്സ് ഇൻവൈറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ഫ്രം ദ പബ്ലിക് ത്രൂ ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിൻ്റെ ഇൻവിറ്റേഷനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. A prospectus make a direct appeal to investors to raise capital through an advertisement in newspapers and magazine. ഈ പ്രോസ്പെക്ടസ് എവിടെയാണ് കൊടുക്കുന്നത്? മാഗസിനിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇത്ര ഷെയർസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ആസ് പെർ ദ റെസ്പോൺസ് ഷെയർസ് ആർ പ്രീ അറേഞ്ച്ഡ് ടു ദ പബ്ലിക്. പബ്ലിക്കിൻ്റെ റെസ്പോൺസിനനുസരിച്ച് എന്ത് ചെയ്യും? ഷെയർസ് അറേഞ്ച് ചെയ്യും. ഇഫ് ദ സബ്സ്ക്രിപ്ഷൻസ് ആർ വെരി ഹൈ ദ അലോക്കേഷൻ വിൽ ബി ഡൺ ഓൺ ലോട്ടറി ഓർ പ്രോ റാറ്റ ബേസിസ്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും, അത് ന്യൂസ് പേപ്പറിലും മാഗസിനിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും? പബ്ലിക് ആ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യും, ഇത്ര ഷെയർസ് വേണമെന്ന് പറയും, ഓർഡർ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഓർഡറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഷെയർസ് പ്രീ അറേഞ്ച് ചെയ്യും. ദെൻ സബ്സ്ക്രിപ്ഷൻസ് വെരി ഹൈ ആണെങ്കിൽ, അതായത് കൂടുതൽ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അലോക്കേഷൻ അവർക്ക് പബ്ലിക്കിന് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? ഷെയർസ് ഓൺ ദ ബേസിസ് ഓഫ് ലോട്ടറി ഓർ പ്രോറാറ്റ ബേസിസ്. ലോട്ടറി ബേസിലോ അല്ലെങ്കിൽ പ്രോറാറ്റ ബേസിലോ ആയിരിക്കും അവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്. അപ്പോൾ പബ്ലിക് ഇഷ്യൂവിന് രണ്ട് മെത്തേഡാണുള്ളത്: ഓഫർ ഫോർ സെയിൽ, ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഷെയർസ് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയില്ല. ആര് വഴിയാണ്? ത്രൂ ആൻ ഇൻ്റർമീഡിയറി വഴിയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുക. ആദ്യം കമ്പനിയിൽ നിന്നും ഈ ഇൻ്റർമീഡിയറീസ് ബൾക്കായിട്ട് എത്രയാണോ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഷെയർസ് മുഴുവനും പർച്ചേസ് ചെയ്യും. അതിനുശേഷം അവരാണ് ഇൻ്റർമീഡിയറീസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? പബ്ലിക്കിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ മാഗസീനിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പബ്ലിക് എന്ത് ചെയ്യും? അതിന് റെസ്പോൺസ് ചെയ്യും, ഓർഡർ കൊടുക്കും. അപ്പോൾ ഓർഡറിൽ അലോക്കേഷൻ ഓർഡർ കൊടുത്തിട്ടുള്ളത് ഹൈ ആണെന്നുണ്ടെങ്കിൽ അലോക്കേഷൻ എന്തിൻ്റെ ബേസിലായിരിക്കും? ലോട്ടറി ബേസിലോ അല്ലെങ്കിൽ പ്രോറാറ്റ ബേസിലോ ആയിരിക്കും അലോട്ട് ചെയ്യുന്നത്. ഇതാണ് പബ്ലിക് ഇഷ്യൂ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നോക്കി, പബ്ലിക് ഇഷ്യൂ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇസ് എ സെയിൽ ഓഫ് സ്റ്റോക്ക്, ഷെയർസ് ഓർ ബോൺസ് ടു പ്രീ സെലക്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാദർ ദാൻ ഓൺ ദ ഓപ്പൺ മാർക്കറ്റ്. നമ്മൾ പബ്ലിക് ഇഷ്യൂവിൽ എന്താ? ആർക്ക് വേണമെങ്കിലും, ഏത് പബ്ലിക്കിന് വേണം, എവ്രിബഡി എന്ത് ചെയ്യാൻ പറ്റും? ആ ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ് ഓൺലി സെലക്റ്റഡ് മെമ്പേഴ്സ് ക്യാൻ പർച്ചേസ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള, മുന്നേ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ മാത്രമേ എന്ത് കൊടുക്കുള്ളൂ? ഷെയർസ് കൊടുക്കുള്ളൂ. അപ്പം അതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആർ റിലേറ്റീവ്ലി അൺറെഗുലേറ്റഡ് കമ്പയർഡ് ടു സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓൺ ദ ഓപ്പൺ മാർക്കറ്റ്. നമ്മുടെ പബ്ലിക് ഇഷ്യൂ ഓപ്പൺ മാർക്കറ്റിനെ കാട്ടി അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ എല്ലാവരെയും പരിഗണിക്കുന്നില്ല, ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കമ്പനി ഷെയർ കൊടുക്കുന്നുള്ളൂ. The private placement is suitable for companies that are early stages. ഈ ഒരു പ്രൈവറ്റ്
ഈ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏർലി സ്റ്റേജസ് ആയിട്ടുള്ള കമ്പനീസിന് മാത്രമേ സൂറ്റബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഷെയർസ് കൊടുക്കുന്നതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ പബ്ലിക് ഇഷ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, മാഗസിനിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ ആണെങ്കിൽ നമ്മളൊരു ഇൻ്റർമീഡിയറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അവർക്കൊക്കെ എന്ത് ചെയ്യണം, നല്ല എക്സ്പെൻസീവാണ്, അവർക്കൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. സോ ഈ ഒരു കേസിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നമ്മൾ ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്യേണ്ട, പരസ്യം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതെന്താ, ഇറ്റ്സ് ലെസ് എക്സ്പെൻസീവ്. Next, it is less troublesome. There are no formalities to be compiled with. നമുക്ക് എന്തില്ല, ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. കാരണം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ ആരൊക്കെയാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ഷെയർ അലോട്ട് ചെയ്യണ്ട, പ്രോറാറ്റ ബേസിൽ അലോട്ട് ചെയ്യണ്ട, അങ്ങനെയൊന്നും ഉള്ള ആവശ്യമില്ല. നമുക്ക് ആരാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് ഷെയർസ് കൊടുത്താൽ മതി. then it's suitable for small companies. ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏറ്റവും suitable ആയിട്ടുള്ളത് സ്മോൾ കമ്പനീസ് ആണ്. ലാർജ് കമ്പനീൻ്റെ കേസ് ആണെങ്കിൽ അവിടെ ഒരുപാട് ഷെയർസ് ഉണ്ടായിരിക്കും. അപ്പോൾ പബ്ലിക് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ പബ്ലിക്കിന് നമ്മൾ കൊടുക്കായിരിക്കും നല്ലത്. ഈ ഒരു കേസിൽ സ്മോൾ കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ് നല്ലത്. This method is good when the stock market is dull and the public response to the issue is doubtful. ഈ ഒരു മാർക്കറ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഡള്ളായിരുന്ന കേസിലും അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഷെയർസിന് പബ്ലിക് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ഒരു ഡൗട്ടുള്ള കേസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ് ഏറ്റവും നല്ലത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ലീഡ്സ് ടു കോൺസെൻട്രേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ പബ്ലിക്കിനും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കമ്പനീസിൻ്റെ ഷെയർസ് കിട്ടുന്നില്ല. ചില സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഷെയർസ് കിട്ടുന്നുള്ളൂ. ചിലരുടെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷെയർസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. That common investors do not get an opportunity to subscribe to the issue. This will affect their confidence level. കോമൺ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കമ്പനീനെ കുറിച്ചിട്ട് ഒരു കോൺഫിഡൻസ്, നമുക്കൊരു ഡൗട്ടായിരിക്കും, നല്ല കമ്പനിയാണോ അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടായിരിക്കും. അത് ആ കമ്പനിയുടെ കോൺഫിഡൻസ് ലെവലിനെ എഫക്റ്റ് ചെയ്യും. Then it creates artificial scarcity for the securities, thus jacking up the price temporarily and misleading the general പബ്ലിക്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റീസിൻ്റെ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി, അതായത് പബ്ലിക്കിന് കൊടുക്കാതെ ആർക്ക് സെലക്റ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിന് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഷെയർസ് കിട്ടുന്നില്ല. സ്കേഴ്സിറ്റി സംഭവിക്കുകയാണ്, ദൗർലഭ്യം, ഷെയർസ് ഇല്ലാത്തൊരവസ്ഥ. അത് ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പബ്ലിക്കിന് അവർ കൊടുക്കാതെ അവർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്നത്, പബ്ലിക്കിന് അവിടെ ഷെയർസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു മിസ്ലീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും, മിസ്ലീഡിങ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് പബ്ലിക് ഇഷ്യൂവും അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.